ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ജൂൺ 29 വിശുദ്ധ പത്രോസ് ശ്ലീഹയുടെ തിരുനാൾ. സഭയുടെ ആദ്യ പാപ്പ ഒരു മുക്കുവനായിരുന്നു എന്ന സത്യം ഈശോയുടെ ആ ദരിദ്രരോടുള്ള പ്രത്യേക സ്നേഹത്തെ വെളിപ്പെടുത്തുന്നില്ലേ? അദ്ദേഹം മുക്കുവനായിരുന്നെങ്കിലും ആത്മീയത നിറഞ്ഞ മനുഷ്യനായിരുന്നു. സ്നാപകന്റെ പ്രസംഗം കേട്ട് ശിഷ്യത്വം സ്വീകരിച്ചു. എന്നാൽ സഹോദരൻ അന്ത്രയോസ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ യേശുവിന്റെ ശിഷ്യനായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളില് ഈശോ തന്നെ പത്രോസിനെ നേരിട്ട് ചില ചുമതലകൾ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാം. നീ കേപ്പയാണ് എന്നാണ് ഈശോ പറഞ്ഞത്, അതായത് പാറ. പിന്നെ എന്താണ് പറഞ്ഞത്? ഈ പാറമേൽ എന്റെ പള്ളി ഞാൻ സ്ഥാപിക്കും. വീണ്ടും പറഞ്ഞു, നരക വാതിലുകൾ അതിനോട് പ്രബലപ്പെടുകയില്ല. വീണ്ടും പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു. അവസാനമായി പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും. സ്നേഹമുള്ളവരെ, AD 67 നീറോ ചക്രവർത്തി വത്തിക്കാൻ കുന്നിൽ പത്രോസിനെ കുരിശിൽ തലകീഴായി തറച്ച് കൊലപ്പെടുത്തി. പത്രോസിന്റെ ബസിലിക്ക ഇന്ന് അനുഗ്രഹത്തിന്റെ സ്രോതസ്സാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി ശിഷ്യത്വം സ്വീകരിച്ച് യേശുവിന് വേണ്ടി നമ്മുടെ പലതും ത്യജിക്കുവാൻ വിശുദ്ധ പത്രോസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാം, ദൈവസ്നേഹത്തിൽ നിറയാം, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കണ്ടേ? ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ആമേൻ.